കുഞ്ഞിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 333 334 ആണ്. ഗൈസ്, ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ്, വേറൊന്നുമില്ല, എനിക്ക് ചെറിയൊരു പനിയുണ്ട്. അപ്പൊ സൗണ്ടിനൊക്കെ ചെറിയൊരു പ്രശ്നം കാണും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ ബ്ലാക്ക് ക്ലൗഡിന്റെ എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഞാൻ എപ്പോഴും ആലോചിക്കുമായിരുന്നു, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തേക്ക് വന്നത്. ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവിൽ ഹോസ്റ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഫാമിലിയിലേക്കാണ് ഞങ്ങൾ ജനിച്ചു വീണത്. ഒരു ബോഡിയുടെ അകത്ത് ഞങ്ങൾക്ക് 2 ആത്മാക്കളുണ്ടായിരുന്നു, 2 ജീവനുകളുണ്ടായിരുന്നു, രണ്ടും 2 തരത്തിലുള്ള. ഇതിന്റെ എല്ലാ ഉത്തരങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ടൈം ഡെവിലുമായിട്ട് ആ ഒരു കോൺട്രാക്ട് ഒക്കെ ചെയ്യുന്നത്. ജൂലിയസ്, ഞാനത് കണ്ടു, ഈ ലോകത്തിന്റെ ഫ്യൂച്ചർ കണ്ടു, ഈ ലോകത്തിന്റെ സമാധാനം കണ്ടു. ലൂഷ്യസ്, അത് പക്ഷേ അതെ, അതും ഞാൻ കണ്ടു. ഞാൻ അങ്ങനെ ചെയ്യാൻ നിർത്ത്, നീ എന്നെ തടയാൻ വരുമെന്ന് ഞാൻ കണ്ടു. സത്യം പറഞ്ഞാൽ അതെനിക്കൊരു നാണക്കേടല്ലേ ജൂലിയസ്, എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിനക്ക് മാത്രമാണ്, എന്നിട്ടും നീ എനിക്കെതിരെ തിരിഞ്ഞില്ല. ലൂഷ്യസ്, നീ തെറ്റായ പാതയിലേക്കാണ് പോകുന്നത്, നീ എന്ത് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്? ജൂലിയസ്, നീ ഒന്നും തന്നെ പേടിക്കണ്ട, ഞാൻ എല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ലാസ്റ്റായിട്ട് ലൂഷ്യസിനെ കണ്ടിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. പുള്ളിക്കാരൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല, എന്നെ അന്തം വിട്ട് നിൽക്കുകയാണ്. അതേസമയം നോയിലേയും പറയുന്നുണ്ട്, അത് വിസാർഡ് കിങ് അല്ലേ. പക്ഷെ നമ്മുടെ ആസ്റ്റയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, വിസാർഡ് കിങ്ങോ? അല്ല, നീ വിസാർഡ് കിങ് അല്ല, ആരാണ്? അപ്പൊ തന്നെ ലൂഷ്യസ് പുള്ളിക്കാരന്റെ ആ ഒരു സ്പെല്ല് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള എല്ലാ ടൈമും സ്റ്റോപ്പ് ആകും. പതുക്കെ പതുക്കെ പുള്ളിക്കാരൻ നടന്ന് ആസ്റ്റയുടെ തലയെ തൊടാൻ വേണ്ടി വരാൻ നേരത്ത് ആസ്റ്റ തന്റെ ആന്റി മാജിക് യൂസ് ചെയ്ത് ആ സ്പെല്ല് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ലൂഷ്യസ് പറയുന്നുണ്ട്, സോ ഇതാണ് ആന്റി മാജിക്, ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ടൈം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് വിസാർഡ് കിങ്ങിന്റെ മാജിക് അല്ലേ, എന്നിട്ടും ഇതെന്താണ് ഇത്ര വലുതായിട്ടുള്ള സ്പെല്ല്? അത് പിന്നെ ഞാൻ ലൂസിഫർ എന്നെ അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് അവന്റെ കീയും എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ആസ്റ്റ് പറയുന്നുണ്ട്, നീ ജൂലിയസ് ആണ്, പക്ഷെ നീ ജൂലിയസ് അല്ല. നീ മനുഷ്യനാണ്, പക്ഷെ നീ മനുഷ്യനല്ല. ശരിക്കും ആരാണ് നീ? ഞാനാണ് ലൂഷ്യസ് സോക്രട്ടീസ്, ഈ ലോകത്തിന്റെ തന്നെ രക്ഷകൻ. പിന്നെ ജൂലിയസ്, അവൻ എപ്പോഴേ മരിച്ചു. അവൻ ഞാൻ കൊടുത്ത ആ ഒരു മിഷൻ അവൻ കംപ്ലീറ്റ് ചെയ്തു. ഈ ലോകത്തിന്റെ ട്രൂ പീസിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സങ്കടങ്ങളില്ലാത്ത ലോകത്തിന് വേണ്ടി, വാറും ഡിസ്ക്രിമിനേഷനും ഇല്ലാത്ത ലോകത്തിന് വേണ്ടി അവൻ അവന്റെ ഡ്യൂട്ടി കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ ഹ്യൂമൻസിനെ തന്നെ റിപ്പയർ ചെയ്യാൻ പോകുവാണ്. ഞാനും എന്റെ സിബ്ലിങ്സും കൂടെ ഈ ലോകത്തിനെ തന്നെ നശിപ്പിക്കും, എന്നിട്ട് അത് റീക്രിയേറ്റ് ചെയ്യും ഞങ്ങളുടെ മാജിക് യൂസ് ചെയ്ത്. അങ്ങനെ ഈ ലോകത്തിലുള്ള എല്ലാവരും ഈക്വൽ ആയിട്ട് മാറും. അവിടെ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ അബദ്ധങ്ങളോ വരാതിരിക്കാൻ ഞാൻ ഈ ലോകത്തിനെ ഭരിക്കും. അവസാനത്തെ വിസാർഡ് കിങ് ആയിട്ട് ഞാൻ തന്നെ ഇരിക്കും. ആസ്റ്റയായിട്ട് ഇത് കേട്ട് ഞെട്ടുന്നുണ്ട്. അപ്പൊ ലൂഷ്യസ് പറയുന്നുണ്ട്, നീ അധികം പേടിക്കുന്നു വേണ്ട, ഞാൻ എല്ലാം തന്നെ കണ്ടിട്ടുണ്ട്, എല്ലാത്തിന്റെ ഭാവി ഞാൻ കണ്ടു. പക്ഷെ ഒരെണ്ണം ഒഴികെ, അത് നീയാണ്, നീ മാത്രമാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ജീവികളും മാജിക്കൽ ജനിച്ചവരാണ്, പക്ഷെ നിനക്ക് മാത്രം മാജിക് ഇല്ല. ഈ ലോകത്തിന് തന്നെ നീ ഒരു ഫ്ലോ ആണ്. അതുകൊണ്ട് ഭാവിക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ ഫ്യൂച്ചറിലുള്ള സമാധാനത്തിന് വേണ്ടി നീ ഇവിടെ നശിക്കപ്പെടണം. ആസ്റ്റയായിട്ട് ഇത് കേട്ട് പറയുന്നുണ്ട്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ എന്നെ ഫ്ലോ എന്ന് വിളിക്കുന്നത്? നീ ആരാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ നീ ഞങ്ങളുടെ വിസാർഡ് കിങ്ങിന്റെ ബോഡി തന്നെ ഹൈജാക്ക് ചെയ്തവനല്ലേ? നീയാണ് ശരിക്കും ബാഡ് ഗായ്. ഈ ലോകത്തിലുള്ള മനുഷ്യരെ നശിപ്പിക്കാൻ പോകുന്നു, അതെന്ത് മണ്ടത്തിലാണ് നീ പറയുന്നത്? ഒരു വിസാർഡ് കിങ് അവരുടെ ജീവന് വേണ്ടിയാണ് പൊരുന്നത്, അല്ലാതെ നിന്നെ പോലെ നശിപ്പിക്കാൻ വേണ്ടിയല്ല. പിന്നെ ജൂലിയസ്, അവൻ അത്ര പെട്ടെന്നൊന്നും മരിക്കത്തൊന്നും ഇല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ ഡിഫീറ്റ് ചെയ്തിട്ട് അവനെ രക്ഷിക്കാൻ പോകുവാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം, ഞാൻ ജൂലിയസിനെ കണ്ടും 10 മടങ്ങ് സ്ട്രോങ്ങർ ആണ്. അപ്പൊ തന്നെ ആസ്റ്റ പുള്ളിക്കുന്ന ആന്റി മാജിക് യൂസ് ചെയ്ത് ആ സ്പെല്ല് ഫുള്ളി ഇറേസ് ചെയ്യും. സമയം അങ്ങനെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങും. അപ്പൊ തന്നെ ആസ്റ്റ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വെച്ച് നിന്നെ സർപ്പാസ് ചെയ്ത് ഒരു വിസാർഡ് കിങ് ആയിരിക്കും. ആസ്റ്റയുടെ ഡെവിൽ യൂണിയൻ ഭയങ്കരധികം പവർഫുൾ ആണ്. അതിന് വലിയ സ്കെയിലുള്ള മാജിക് ഒക്കെ ഇറേസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിനൊരു ഡ്രോബാക്ക് എന്താന്ന് വെച്ചാൽ 5 നിമിഷത്തേക്ക് മാത്രമേ അത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ അതിന്റെ എല്ലാ മാജിക് ഒരു സൈഡിലേക്ക് മാത്രം അവൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവനത് 10 മിനിറ്റ് വരെ കൊണ്ടു നടക്കാൻ പറ്റും. അതായത് ആന്റി മാജിക്കൽ അവന്റെ ശരീരം ഫുൾ കവർ ചെയ്യുന്നതിന് പകരം അവന്റെ ബോഡിയിലെ ഒരു പാർട്ട് മാത്രം ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡെൻസറും ആകും, ഭയങ്കര സ്ട്രോങ്ങറും ആകും. അങ്ങനെ ലൂഷ്യസിനെ നമ്മൾ ആസ്റ്റ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടുന്ന് പെട്ടെന്ന് ലൂഷ്യസ് മറ്റൊരു സ്ഥലത്തേക്ക് മാറും. ആസ്റ്റയായിട്ട് അതിന് പുറകെ പോവുകയും ചെയ്യും. സമയത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സ്പെല്ല് വളരെയധികം പവർഫുൾ ആണ്. ചുരുക്കം പറയുകയാണെങ്കിൽ അത് ഇൻവിൻസിബിൾ ആണ്. പക്ഷെ ഈ ലോകത്ത് അതിനെതിരെ നിൽക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, അത് ആന്റി മാജിക് ആണ്. ഇൻവിൻസിബിൾ മാജിക്കിന്റെ എല്ലാത്തിന്റെ നാച്ചുറൽ എനിമിയാണ് ആന്റി മാജിക്. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും വളരെയധികം ന്യൂസൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റയുടെ മുഖത്ത് കയറി ജൂലിയസ് പുറകെ കൂടെ വന്ന് പിടിക്കുന്നുണ്ട്. ആസ്റ്റ അപ്പൊ തന്നെ തിരിഞ്ഞു നിന്ന് ലൂഷ്യസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്കറിയാമായിരുന്നു, എനിക്ക് അവനെ തൊട്ടിട്ട് കാര്യമില്ല, ഫിസിക്കൽ അറ്റാക്സ് മാത്രമേ ആന്റി മാജിക്കിൽ വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു അറ്റാക്ക് ചെയ്യും. വളരെയധികം പവർഫുൾ ആയ അറ്റാക്ക് കൂടിയായിരുന്നു. അപ്പൊ നമ്മുടെ ആസ്റ്റ മനസ്സിൽ പറയുന്നുണ്ട്, ഇതെന്താണ്, ഇവൻ ആ ഡെവിൽ കിങ്ങിനെ പോലെ തന്നെയാണ്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്റ്റിൽ ഇവൻ വളരെയധികം നല്ലതാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അപ്പുറത്തേക്കാട്ട് സ്ട്രോങ്ങർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആസ്റ്റ നമ്മുടെ ലൂഷ്യസിനെ അറ്റാക്ക് ചെയ്യാൻ പോകും. ആസ്റ്റയുടെ കട്ടാനം മാറ്റിയിട്ട് പുള്ളിക്കാരൻ മറ്റൊരു ബ്ലേഡ് എടുക്കുകയും ചെയ്യും. അത് നമ്മുടെ പുള്ളിക്കാരനെ മേത്ത് വർക്ക് ചെയ്യുമെന്ന് ആസ്റ്റയ്ക്ക് മനസ്സിലായി. ഇത് തന്നെയാണ് ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത്. നിന്റെ ഈ പവേഴ്സ് ഈ ലോകത്തിന് തന്നെ വളരെ വലിയ അപകടമാണ്. പക്ഷെ കുഴപ്പമില്ല, ഞാനിവിടെ ഉള്ളത്രയും കാലം അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യുവാണ്. ഒരു ഡെവിൽ ഹോസ്റ്റ്
ആസ്റ്റിനെ ചെയ്യുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഞാൻ ജനിച്ച് വീഴുന്നെങ്കിലും പക്ഷെ എനിക്ക് ആ ഡെവിൾസിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള പവേഴ്സ് കിട്ടിയിരുന്നു. അതായിരുന്നു എന്റെ സ്പെഷ്യാലിറ്റി. നീ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ, ഇതാണ് ഹ്യൂമാനിറ്റിയുടെ ട്രൂ ഫോം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പുതിയൊരു ഫോമിലേക്ക് പോകുവാണ്. ഇതൊട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു കീ ആണല്ലോ. ഇവൻ മനുഷ്യനാണോ അതോ ഡെവിലാണോ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അടുത്ത അറ്റാക്ക് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാന്ന് പറയാൻ നേരത്ത് ആസ്റ്റ നോക്കാൻ നേരത്തെ കാണുന്നത് ലൂഷ്യസ് നമ്മുടെ സിസ്റ്ററിനെ പിടിച്ചോണ്ട് നിൽക്കുന്നതാണ്. പുള്ളിക്കാരുടെ തല കൈയും വെച്ചിട്ടാണ് നമ്മുടെ ലൂഷ്യസ് നിൽക്കുന്നത്. ആസ്റ്റ കുറച്ച് നേരത്തേക്ക് ഒന്ന് സ്റ്റക്കായി പോകും. അതേസമയം സിസ്റ്റർ ആട്ടെ പേടിച്ച് വിറച്ച് നിൽക്കുവാണ്. എന്റെ മാജിക് എന്തുവാന്നറിയോ, അത് സോൾ മാജിക് ആണ്. എനിക്ക് ആര് തൊട്ടാലും അവളുടെ സോൾ മാറ്റാൻ സാധിക്കും. ആസ്റ്റയ്ക്ക് ഇപ്പൊ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല, കാരണം പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ള സോഡ് കൊണ്ട് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സിസ്റ്ററിനെ ബാധിക്കും. പക്ഷെ പുള്ളിക്കാരാട്ടെ ആ ഡീമൺ സ്ലെയർ സോഡ് എടുക്കാനും സാധിക്കുന്നില്ല. ഈ ലോകത്തിൽ വെച്ച് തന്നെ നിനക്ക് ഏറ്റവും സന്തോഷവനായ മനുഷ്യരെ കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് ലൂഷ്യസ് പുള്ളിക്കാരുടെ തലയെ പിടിക്കുവാണ്. അങ്ങനെ അവിടെ വീണ്ടും ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ സിസ്റ്ററിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി നമ്മുടെ ലൂഷ്യസിനെ പോലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആസ്റ്റ, ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി നീ ഇവിടെ മരിക്കണം. ആസ്റ്റ വളരെയധികം ഞെട്ടിത്തരിച്ചു നിൽക്കുന്നതുകൊണ്ട് പുള്ളിക്കാരനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് പുള്ളിക്കാരന്റെ വട്ടം കീറുന്നത്. സോ എന്ത് പാവപ്പെട്ട മനസ്സാണെന്ന് നോക്കിയേ. പക്ഷെ നിനക്ക് ആ മനസ്സ് വെച്ചുകൊണ്ട് എന്നെ ഒരിക്കലും തന്നെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഗുഡ് ബൈ ആസ്റ്റ, നീ ഈ ലോകത്തിന് ഒരു ശാപമായിരുന്നു പറഞ്ഞുകൊണ്ട് ആസ്റ്റനെ മുറിച്ച് ആസ്റ്റ താഴത്തേക്ക് വീണുകൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ തീരുന്നത്.